നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കുവൈറ്റിൽ ഫ്ളാറ്റിൽ തീപിടുത്തം, മലയാളികളടക്കം 40 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. കുവൈറ്റിൽ ഇന്ന് പുലർച്ചെ മംഗഫിലെ തൊഴിലാളി താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 40 കവിഞ്ഞതായി പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരണമടഞ്ഞവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണെന്നാണ് വിവരം. ഇവരുടെ പേര് വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് മംഗഫ് ബ്ലാക്ക് 4-ലുള്ള കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത്. മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിക്കുന്ന ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം പേരും മലയാളികളാണ്. പരിക്കേറ്റ 21 പേരെ അദാൽ ആശുപത്രിയിലും 11 പേരെ മുബാറക് അൽ കബീർ ആശുപത്രിയിലും 4 പേരെ ജാബിർ ആശുപത്രിയിലും 6 പേരെ ഫർവാനിയ ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിച്ചത്. താഴെ നിലയിൽ തീ പടരുന്നത് കണ്ട് മുകളിൽ നിന്നും പലരും ചാടിയത് മൂലം ചിലർക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സും പോലീസും എത്തിയാണ് തീയണച്ചത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്ന് ഫയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിച്ചു. വലിയ സങ്കടത്തിൽ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടന ഇല്ലാതായാൽ നമ്മുടെ പാരമ്പര്യം തന്നെ ഇല്ലാതാകും. വയനാട് മണ്ഡലത്തിൽ വോട്ടർമാരോട് നന്ദി പറയാനെത്തിയതാണ് രാഹുൽ. ഞാൻ സാധാരണ മനുഷ്യനാണ്. ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനാവാതെ സങ്കടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ധിക്കാരത്തോടെ പെരുമാറി എതിർ സ്ഥാനാർത്ഥിക്ക് ശബ്ദ സന്ദേശം അയച്ചു. KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുൻപ് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് ശബ്ദ സന്ദേശം അയച്ചതായി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു. KJ ഷൈൻ ധിക്കാരപൂർവ്വം പെരുമാറിയെന്നും സ്വന്തമായി പണം പിരിച്ചെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. EK നായനാരുടെ വസതി സന്ദർശിച്ച് സുരേഷ് ഗോപി, സ്വീകരിച്ച് ശാരദ ടീച്ചർ. കണ്ണൂർ പയ്യാമ്പലത്ത് EK നായനാരുടെ വീട്ടിൽ സന്ദർശനം നടത്തി സുരേഷ് ഗോപി. കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ കേരള സന്ദർശനത്തിലാണ് സുരേഷ് ഗോപിയുടെ കണ്ണൂരിലേക്കുള്ള വരവ്. നായനാരുടെ വീട്ടിൽ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ശാരദ ടീച്ചർ പ്രതികരിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം സമവായത്തിലൂടെ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ഏറ്റെടുത്ത് കൈമാറാത്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച കോടതി ലക്ഷ്യ ഹർജികളാണ് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ വൈകുന്നത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സിബി കാട്ടാമ്പള്ളി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. രാവിലെ 11:30 തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ്. 3 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിലാണ് സിബി കാട്ടാമ്പള്ളി മലയാള മനോരമയിൽ നിന്നും വിരമിച്ചത്. തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള മനോരമയിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു. സ്റ്റേറ്റ്മാൻ, ലാഡ്ലി മാധ്യമ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.
പനമരം എരനെല്ലൂരിൽ കിണർ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, രണ്ടുപേർക്ക് പരിക്ക്. പനമരം എരനെല്ലൂരിൽ കിണർ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ആക്കോട് മുഹമ്മദാണ് മരിച്ചത്. കിണറ്റിൽ അകപ്പെട്ട മറ്റു രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിണറിന്റെ പടവ് തകർന്നായിരുന്നു അപകടം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. തിരക്കേറിയ ഹൈവേയിൽ നിന്നും തെന്നിമാറി ട്രക്ക്, പിന്നിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചു കയറി കാറുകൾ, ഒരു മരണം. തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയിൽ ട്രക്കിൽ നിന്നും റോഡിലേക്ക് വീണ ഇരുമ്പ് കമ്പികളും പൈപ്പുകളും. പിന്നിലെ കാറിൽ ഉണ്ടായിരുന്നയാൾക്ക് ദാരുണാന്ത്യം. അമേരിക്കയിലെ തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയായ ഹൈവേ 285 അപകടമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞാണ് അപകടമുണ്ടായത്. കൊളറാഡോയ്ക്ക് സമീപത്തുള്ള കോണിഫറിന് സമീപത്ത് വെച്ചാണ് ട്രക്കിൽ കെട്ടിവെച്ചിരുന്ന ഇരുമ്പ് കമ്പികളും പൈപ്പുകളും റോഡിലേക്ക് വീണത്. ഷോളയൂരിൽ വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത് ഒറ്റയാൻ, വാഹനം കുത്തിമറിച്ചിട്ടു, തലനാരിഴയ്ക്ക് രക്ഷ. ഷോളയൂരിൽ RRT വാഹനം ആക്രമിച്ച് ഒറ്റയാൻ. 2 ദിവസം മുൻപാണ് സംഭവം. ഷോളയൂർ ഗോഞ്ചിയൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനെത്തിയ RRT വാഹനത്തിന് നേരെ ഒറ്റയാൻ പാഞ്ഞടുക്കുകയായിരുന്നു. ഒരിക്കൽ പിന്തിരിഞ്ഞ ആന പിന്നീട് തിരിഞ്ഞെത്തി ജീപ്പ് കുത്തിമറിച്ചിടുകയായിരുന്നു. ജീപ്പിലുണ്ടായിരുന്ന 8 വനം വകുപ്പ് ജീവനക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് പോക്സോ കേസിലെ പ്രതി. പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പരിക്കേറ്റയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.